എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ട് തയ്യാറാക്കിയെടുത്ത റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാനിവിടെ റാഗിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വറുത്ത പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റാഗിപ്പൊടി ഉണ്ടെങ്കിലും അതുകൊണ്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഈ 1 കപ്പിൽ 1 കപ്പ് പൊടി കൊണ്ടാണ്. നിങ്ങൾക്ക് എത്രയാണോ തയ്യാറാക്കി എടുക്കേണ്ടത് അതനുസരിച്ച് റാഗിപ്പൊടിയുടെ അളവ് കൂട്ടിയെടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. നാളികേരം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരുപാട് നേരമൊന്നും ഇട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ വേണം നമ്മളതൊന്ന് പൊടിച്ചെടുക്കാൻ. ആ കുരുമുളകൊക്കെ ഒന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അതൊരുപാട് പൗഡർ രൂപത്തിലാവേണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാലും മതി. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റാഗിപ്പൊടി എടുത്ത ആ ഒരു കപ്പിലാണ് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവോ കുറഞ്ഞു പോവോ ചെയ്യരുത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർക്കുമ്പം നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പം കുറച്ച് വെള്ളം കുറവായിരിക്കും കിട്ടുന്നത്. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റാഗി പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞ പോലെ കൂടി പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ റാഗി കുറുക്കുന്ന രീതിയിലായിപ്പോവും. ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് ചെയ്തെടുക്കുമ്പം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നെയ്യ് ചേർത്തത് കൊണ്ട് ഇത് അടിയിലൊന്നും പിടിക്കില്ല. നിങ്ങൾ നെയ്യ് ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. ഇനി ഞാനിത് സ്റ്റവിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മളൊന്ന് കുഴച്ച് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും ഒരു 2 സെക്കൻഡ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കില്ലേ, ആ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാനിന്ന് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ തയ്യാറാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ഞാൻ കുട്ടി കുട്ടി ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കിനി വലിയ ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയാവാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഒരു വാഴയില വെച്ചിട്ടുണ്ട്. അതിൽ ലേശം നെയ്യും തൂവിയിട്ടുണ്ട് കേട്ടോ. വാഴയില വേണമെന്നൊന്നും നിർബന്ധമില്ല. വാഴയിലയിലൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുക വെച്ചാൽ നല്ലൊരു വാസന ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. റാഗിപ്പൊടി നമ്മൾ ഓൾറെഡി ഒന്ന് കുക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇഡ്ഡലി കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5-6 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടും. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതൊന്ന് തുറന്നു നോക്കി. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വാസനയും വരുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെയും അതുപോലെ കുരുമുളകൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ നമുക്കിത് കഴിക്കാം ഇതുപോലെ. പക്ഷെ നമ്മൾ ഇന്ന് ഇതൊന്ന് വറുത്തിടുന്നും കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം കടുകും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 1.25 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില 1-2 തണ്ട് ചേർത്ത് കൊടുക്കാം. എത്ര ചേർത്ത് കൊടുത്താലും ഹെൽത്തിയാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നാളികേരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു 2 സ്പൂൺ നാളികേരം അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന
റാഗി ബോൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാളികേരവും അതുപോലെ കടുകൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ടിതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ട് തയ്യാറാക്കിയെടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുന്നവരുണ്ടാവുമായിരിക്കാം. തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.